ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പാസ്തയാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ പാസ്ത അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി അല്പം ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അല്പം നേരം നമുക്കൊന്ന് മൂടി വെക്കാം. റെഡി? മൂടി എടുത്ത് നോക്കുമ്പോൾ നന്നായി തിളച്ച് റെഡി ആയിട്ടുണ്ട്. നമ്മളിത് അധികം വേവിക്കേണ്ട കാര്യമില്ല, ഒരു 70% മതി. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഇതിൻ്റെ വെള്ളം ഊറ്റി മാറ്റി റെഡിയാക്കി വെക്കും. അല്പം പച്ചവെള്ളം കൂടി മുകളിലേക്ക് ഒഴിച്ചു കൊടുത്താൽ ഒട്ടിപ്പിടിക്കുന്നത് ഒഴിവായി കിട്ടും. ഇപ്പം നല്ല കറക്റ്റ് പാകമാണ്. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോവാം. അപ്പോൾ ചൂടായ പാനിലേക്ക് നമ്മൾ ഓയിൽ വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ഗാർലിക് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പം ഗാർലിക് അതിൻ്റെ അത് ജസ്റ്റ് ഒന്ന് വരുമ്പോൾ വാടി വരുമ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഓരോന്നോരോന്നായി ചേർത്ത് കൊടുക്കാം. ഗാർലിക്കൊക്കെ അടിപൊളിയായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഓനിയൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ സ്ക്വയറായിട്ട് ചെറുതായി അരിഞ്ഞ് സെറ്റാക്കി വെച്ചതാണ് കേട്ടോ ഓനിയൻ. അപ്പം അത് ജസ്റ്റ് ഇതേപോലെ ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ അതും കൂടി ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ അല്പം ഉപ്പും കുരുമുളകും മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ കേട്ടോ, വേറൊരു സാധനത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ നന്നായി മിക്സ് ആക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ചു വെക്കുക. അത് ഒരു 2 മിനിറ്റ് മതി. സംഭവം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മളപ്പോൾ അമൂലിൻ്റെ ബട്ടർ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 50 ഗ്രാം അത്രേ ഉള്ളൂ. അപ്പോൾ അടിപൊളിയാണ്. അമൂൽ ബട്ടർ നല്ല ടേസ്റ്റാണ് ഈ സാധനം. ഇനി ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച ഫ്രഷ് ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും അതുപോലെ കുറച്ച് നേരത്തേക്കൊന്ന് ഒരു 10 മിനിറ്റ്സ് അത്രേ വേണ്ടൂ. ഉണ്ടോ, ചിക്കനൊക്കെ വെന്ത് നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി വേറൊരു സ്പെഷ്യൽ സാധനം കൂടി ഉണ്ട് കേട്ടോ. അതാണ് ഇവൻ, അതായത് കുക്കിംഗ് ക്രീം. അത് അൽമറായിൻ്റെ കേട്ടോ, നല്ല അടിപൊളി ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണ്. അപ്പോൾ അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി വീണ്ടും ഒന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ്സ് നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി നമ്മുടെ ഒരു സീക്രട്ട് റെസിപ്പി ചേർത്ത് കൊടുക്കാം. ഇത് ആണ് പാഴ്സ്ലി ലീഫ്. ഓക്കെ, അപ്പോൾ അത് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു മണം തന്നെ ഫ്രഷ്, നമ്മൾ അരിയുമ്പോൾ തന്നെ പ്രത്യേക ഒരു മണമാണ്. നല്ല ടേസ്റ്റാണ് ഈ സാധനം. പാസ്തേൻ്റെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ നമ്മളിത് ഉപയോഗിച്ച് വെച്ച പാസ്ത ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതാണ് ഒരു ടാസ്ക്. മിക്സിങ് അത്ര എളുപ്പമല്ല. എൻ്റെ ബോളിൻ്റെ വലിപ്പം കുറവാണെന്ന് അറിയില്ല. ഇത് ഇച്ചിരി ടാസ്ക്കാണ്. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു 5 മിനിറ്റ്സ് ഒന്ന് അടച്ച് വെച്ചാൽ മതി. സംഭവം റെഡിയാണ്.